ഇവിടെ ഒരു തട്ടിപ്പിനിരയായത് ഈ ജനസേവാ സമിതി എന്ന ട്രസ്റ്റ് വഴിയാണ് ഇവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് വടക്കംപറവൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ രാവിലെ മുതൽ ഏകദേശം 50ഓളം പേർ ഇവിടെ എത്തി പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ പരാതി നൽകാൻ എത്തിയ സ്ത്രീകളാണ് ഇവിടെ നിൽക്കുന്നത്. അവർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തിയ ആളുകളാണ്. ഈ സേവാ സമിതിയുടെ ട്രസ്റ്റിൽ വന്ന് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ഈ പണം നൽകി സ്കൂട്ടറിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. മാസങ്ങളായിട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണ്. നമുക്കവരോട് ചോദിക്കാം, ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? നായരമ്പലം. എത്ര നാളായി ഇതിനു വേണ്ടി പണം കൊടുത്തു? 11 മാസമായി. മാർച്ചിൽ കൊടുത്താണ്, മാർച്ച് 25 കൊടുത്തതാണ്. അപ്പോൾ കൊടുത്തപ്പോൾ നമ്മളോട് പറഞ്ഞത് 3 മാസം ഒന്നാണ്. ഇപ്പം നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്ത് ഇപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. ഇപ്പോഴാണ് നമ്മൾ കൂടുതലും ഇടപെട്ടത്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഒരു 2 മാസം മുമ്പ് ടോക്കൺ തന്നായിരുന്നു, അടുത്ത് തന്നെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇവർ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, പൈസ ഒന്നും വന്നിട്ടില്ല എന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. അപ്പോഴാണ് ഇത്ര കൂടുതൽ സീരിയസ് ആയെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് ഇവിടെ JSS നേരിട്ട് പോയപ്പോൾ അവർ 11-ാം തീയതി ഇപ്പോൾ ടൈം പറയണത്. 11-ാം തീയതി എന്തെങ്കിലും ഒരു തീരുമാനം പറയാം. പക്ഷേ പൈസ എപ്പോൾ തരുന്ന ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി എത്ര രൂപ അടച്ചത്? 62,000 രൂപ. ഏത് സ്കൂട്ടറായിരുന്നു? ആക്റ്റീവ് 125 DC. ഇതിലിപ്പോൾ ഈ പറയുന്ന അനന്തകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇത് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പുള്ളിയാണ് ഇതിൻ്റെ ഹെഡ്. പിന്നെ പുള്ളിയുമില്ല, നമ്മൾ ഇവിടെ മാത്രം കണ്ടുകൊണ്ടല്ല, നമ്മൾ പ്രമുഖ വ്യക്തികൾ പലരും ഉണ്ടായി. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ പൈസ അടിച്ചത്. അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ നമ്മൾ കൂട്ടുന്ന പലകം വണ്ടി കിട്ടിയിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായി. അപ്പം അതും കൂടി കൊണ്ടിട്ടാണ് നമ്മളിത് അടിച്ചത്. ഈ വണ്ടി കിട്ടിയ വിശ്വാസം തന്നെയാണ് ഇവരെ ആളുകൾ കൂടുതൽ പേര് ഇതിലേക്ക് ചേരാൻ കാരണം. നമുക്ക് മറ്റ് ഒരാളുടെ കൂടി പ്രതികരണം തേടാം. ചേച്ചി എവിടെ നിന്നാണ്? ഞാൻ കുഴപ്പള്ളി. എങ്ങനെയായിരുന്നു ചേച്ചിക്ക് സംഭവിച്ചത്? എനിക്ക് സംഭവിച്ചത് ഇതുപോലെ തന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ 50% ഇത് പൈസയ്ക്ക് വനിതകൾക്ക് വാഹനം വിതരണം ചെയ്യുന്നത്. സാധാരണക്കാരായതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിന് നിന്നത്. നമുക്ക് ക്യാഷുള്ള ആൾക്കാരെ നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് വണ്ടി മേടിക്കുകയല്ലുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇങ്ങനെ അറിഞ്ഞത് മാത്രമല്ല, ഇത് വിതരണം ചെയ്യുന്ന പല പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ചെയ്യണത്. പിന്നെ അപ്പം നമുക്ക് വിശ്വാസത കൂട്ടി. പിന്നെ അത് കൂടാതെ നമ്മുടെ കൂടെ തന്നെയുള്ള പല ആൾക്കാർക്കും വണ്ടി കിട്ടുകയും കൂടെ ചെയ്തതുകൊണ്ടാണ് നമുക്കിത് 100% ജെന്യുവിനാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പൈസ അടച്ചത്. ഞങ്ങൾ റേക്ക് വേണ്ടിയിട്ടാണ് വണ്ടി അടച്ചത്. 62,000 രൂപയാണ് അടച്ചത്. 5 ഏപ്രിൽ 2024 വണ്ടി അടച്ചത്, വണ്ടിക്ക് പൈസ അടച്ചത്. ഞങ്ങൾക്ക് 17/10 ടോക്കണും തന്നു. അപ്പോൾ 17/10 ടോക്കൺ തന്നിട്ട് എല്ലാവർക്കും 1 മാസം 2 മാസത്തിനുള്ളിൽ വണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ ടോക്കൺ മേടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് വണ്ടി വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ടോക്കൺ തന്നിട്ട് 2 മാസം കഴിയുമ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ 2 മാസം കഴിയുമ്പോൾ വണ്ടി കിട്ടും എന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ മൊത്തം 10 മാസം എല്ലാം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വണ്ടി കിട്ടാതെ ഇല്ല. പിന്നെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിനകത്ത് ഇടപെട്ട് ഇങ്ങനെ ഇത്രയും നാളും കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. എവിടെ നിന്ന് അയച്ചു വരുന്നത്? ചെറായി. എന്താണ് സംഭവിച്ചത്? ആക്റ്റീവ് തന്നെ ഞാനും കൊടുത്തത് 5/4 തന്നെയാണ് കൊടുത്തത്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ മുമ്പുള്ളവർ അവിടെ നിന്ന് കൊടുത്തപ്പോൾ അവർക്കൊക്കെ വണ്ടി കിട്ടി. എല്ലാവരും ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നാലും പിന്നെയുള്ളവർക്കും കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളും കൊടുത്തത്. പിന്നെയാണ് ഓരോ ദിവസം 100 ദിവസത്തിനുള്ളിൽ തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. പക്ഷെ 100 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല. പിന്നീട് നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ ആക്റ്റീവാണ് കൊടുത്തത്. ആക്റ്റീവ് ചെയ്തുകൊണ്ടാണ് ബാക്കി വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മാറ്റി ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ സുസുക്കിയിലോട്ട് കൊടുക്കാൻ പറഞ്ഞ് അതും കൊടുത്തു. പിന്നെയും അവർ ദിവസങ്ങൾ മാറ്റി പറയല്ലാണ്ട് ഇപ്പം കിട്ടും പറഞ്ഞ് നമ്മൾ നിന്നല്ലാണ്ട് നമുക്ക് കിട്ടിയുമില്ല, ഒന്നുമില്ല. പിന്നെയാണ് ഇപ്പോൾ പത്രത്തിലൂടെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇപ്പോഴും അവർ പറയുന്നത് തരും, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാവരും പൈസ തിരിച്ചു തരും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴാണ് കൂടുതൽ വാർത്തകൾ നമ്മൾ ന്യൂസിൽ കൂടെയാണ് നമ്മൾ അറിയണത്. ശ്യാമേ, നമുക്ക് ഇവിടെയും ചില അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ശേഖരിച്ചിട്ട് ഒരു ഏജൻസിനെ അവരെ ഏൽപ്പിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് മുഴുവൻ പരാതി, അതായത് വിവിധ സ്ഥലങ്ങളിലുള്ള പരാതി ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ഏജൻസിയിലേക്ക് ഈ കംപ്ലൈന്റ് മാറ്റാം, അങ്ങനെയാണ് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് പക്ഷേ ഇതിനകത്ത് സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിൽ പരാതി ഉള്ളതിനാൽ ഇത് എല്ലാ ജില്ലകളിലും തന്നെ നടന്നു കഴിഞ്ഞു. പരാതിയും ഒക്കെ ആരൊക്കെ വരുമെന്നാണ് ഇനിയിപ്പോ സത്യത്തിൽ കാത്തിരിക്കുന്നത്.